ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് തന്നെ ബേസിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു പോർഷനാണ് ചെയ്തിരുന്നത്. ഈ വീഡിയോയും ഏകദേശം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസിലേക്ക് അല്ലെങ്കിൽ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് ആണ് എന്നാൽ പോലും ഫർദർ ടോപ്പിക്സിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്, യുവർ അൾട്ടിമേറ്റ് ഇ ലേണിംഗ് കമ്പാനിയൻ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കോസ്റ്റ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കോസ്റ്റ് എന്ന് പറയുന്നത് മോണിറ്ററി ആയിട്ടുള്ള നമ്മൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്രിഫൈസ്, അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പെൻസ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രോസസ്സോ സർവീസിനൊക്കെ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസിനാണ് സിംപ്ലി പുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പല ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പല ഫാക്ടേഴ്സിനെ വെച്ചാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഈ ഡയഗ്രാമിൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്, ബൈ ട്രേസബിലിറ്റി ടു കോസ്റ്റ് ഒബ്ജക്റ്റ്, ബൈ ഫംഗ്ഷൻ, ബൈ നേച്ചർ ഓഫ് ബിഹേവിയർ ആൻഡ് ബൈ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ പ്രോസസ്സ്. ഇത് ഓരോന്നും എന്താണെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്. അതായത് ആ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ചിലവിൻ്റെ ഒരു സ്വഭാവം വെച്ച് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. നേച്ചർ ഓഫ് എക്സ്പെൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ മെറ്റീരിയൽ, എംപ്ലോയി അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ്, ഇങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോ അല്ലെങ്കിൽ ഒരു സർവീസിനോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് മെറ്റീരിയലാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ മെറ്റീരിയൽസിന്, ആ ഫിസിക്കൽ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ മെറ്റീരിയൽ എന്താ? പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോസ്റ്റ്, അതാണ് മെറ്റീരിയൽ കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റ്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കാൻ ലേബേഴ്സ് വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, അവർക്കുണ്ടായിട്ടുള്ള കോസ്റ്റ്, അവരുടെ കോസ്റ്റ് എന്തായിരിക്കും? അവർക്ക് വന്നിട്ടുള്ള വേജസ് അല്ലെങ്കിൽ സാലറി ആയിരിക്കും അവരുടെ കോസ്റ്റ്. ആ കോസ്റ്റിനെയാണ് ലേബർ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ലേബറിനെയാണ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ യൂസ് ചെയ്തിട്ടുണ്ടോ ആ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് പെയ്ഡ് ടു ദ എംപ്ലോയീസ്, ആ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, അതായത് സാലറി ആയിരിക്കാം, അഡീഷണൽ ബെനിഫിറ്റ്സ്, ഇതിനെല്ലാത്തിനും ഒരു ടോട്ടലിനെയാണ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസസ്. മെറ്റീരിയൽസും ലേബറും അല്ലെങ്കിൽ എംപ്ലോയീസും അല്ലാതെ മറ്റേത് ടൈപ്പ് കോസ്റ്റ് വന്നാലും അതിനെ നമുക്ക് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് മെറ്റീരിയലും ലേബറും അല്ലാതെ, ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബറും മെറ്റീരിയലും അല്ലാതെ നമുക്ക് ബാക്കി എന്ത് തരത്തിലുള്ള ചിലവ് വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻ. ഇതൊരു സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ഫങ്ഷൻസ് ഒരു കമ്പനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫേമിലായിക്കോട്ടെ ഒരു ഫാക്ടറിയിലായിക്കോട്ടെ ഏതൊക്കെ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവും? പ്രൊഡക്ഷൻ ഉണ്ടാവാം, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, സെല്ലിംഗ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കോസ്റ്റുകളെ ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, സെല്ലിങ്ങിൻ്റെ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ്റെ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ്, അങ്ങനെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ ട്രേസബിലിറ്റി ഓഫ് ദ കോസ്റ്റ് ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ്. അതായത് ആ കോസ്റ്റിനെ നമ്മുടെ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്കോ മറ്റോ ട്രേസ് ചെയ്യാൻ പറ്റുന്നത്, ട്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ട്രേസബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് ആ പ്രൊഡക്റ്റോ സർവീസായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ കോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ആണ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിലേക്ക് ഈ കോസ്റ്റിനെ അസൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലെ മെറ്റീരിയൽ, അതായത് പ്ലാസ്റ്റിക് നമുക്ക് ഡയറക്റ്റായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആ കമ്പനി 2 ടൈപ്പ് പ്രൊഡക്ട്സാണ് ഉണ്ടാക്കുന്നതെന്ന് വയ്ക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും അതേപോലെ ഈ റബ്ബർ ചപ്പൽസും ആണെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു 5200 റുപ്പീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നേരിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഐഡൻറ്റിഫയബിൾ ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതിലേക്കുള്ളതാണ്, പ്ലാസ്റ്റിക് ബോട്ടിലേക്കുള്ളതാണ്. അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ കോസ്റ്റ് ഇന്ന പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ന സർവീസിലേക്ക്, ഈ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് ആണ് നമുക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് കോസ്റ്റിനെ ഫർദർ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്, അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും ആവശ്യം വരും. ഡയറക്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ, ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലെ പ്ലാസ്റ്റിക്, അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ആ മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടാൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് പ്ലാസ്റ്റിക് എന്ന്. അതുപോലെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ കട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ മരം തന്നെയായിരിക്കും. അങ്ങനെ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്. ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ കോസ്റ്റിനെയാണ് ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ എംപ്ലോയീസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് പ്രൊഡക്ഷന് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട എംപ്ലോയീസ്. ഇപ്പോൾ ഫാക്ടറി വർക്കേഴ്സൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും ഫാക്ടറി വർക്കേഴ്സ്. അങ്ങനെ നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് മെറ്റീരിയലും ലേബറും അല്ലാതെ പക്ഷേ പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യുന്ന മറ്റ് എക്സ്പെൻസുകളെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നിൻ്റെയും സമ്മിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഫർദർ കോസ്റ്റ് ഷീറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആയിട്ടുള്ള കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, പിന്നെ ഇൻഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്, അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് ആണ്, ഫിസിക്കൽ മെറ്റീരിയൽസ് ആണ്, പക്ഷേ നമുക്ക് പ്രൊഡക്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മേജർ പ്രൊപ്പോർഷനിൽ വരാത്ത ഐറ്റംസ്, ഇതിനൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ മെഷീൻസൊക്കെ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണെങ്കിൽ നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടി ഓയിൽസ് അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ ഈ ലൂബ്രിക്കേഷന് വേണ്ടി ഒഴിച്ച് ഓയിൽ കാണണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ ഡയറക്റ്റ് വരുന്ന സാധനമല്ല ഈ മെറ്റീരിയൽസ്, പക്ഷേ പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസിനാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബറൊക്കെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാത്ത എംപ്ലോയീസ്, ഇപ്പോൾ മാനേജേഴ്സ് ആവാം, സൂപ്പർവൈസേഴ്സ് ആവാം, അല്ലെങ്കിൽ ഹയർ ലെവൽ എക്സിക്യൂട്ടീവ്സ് ആവാം. ഇവരുടെയൊക്കെ ലേബർ കോസ്റ്റ് ഇവരല്ല വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവരുടെയും കൂടെ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഫൈനൽ പ്രൊഡക്റ്റ് എത്തുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആവാത്ത എംപ്ലോയീസിൻ്റെ കോസ്റ്റാണ് ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്. അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഈ റെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക്, അതായത് ഡയറക്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ നമുക്ക് ഇൻഡയറക്റ്റ്ലി വന്നിട്ടുള്ള എക്സ്പെൻസസ്, അതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരിക. ഈ 3 കൂടുമ്പോഴാണ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓപ്പറേഷൻ പ്രോസസ്സ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ സ്വഭാവം വെച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്? ഒരു റോ മെറ്റീരിയൽ അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് വരണമെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റികളിലൂടെ കടന്നു പോകണം. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് പിന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് പിന്നെ അതിനെ പാക്ക് ചെയ്ത് പിന്നെ അതിനെ ഫർദർ പാക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുക. അതായത് ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് അതിനാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷൻ ആദ്യത്തെ ബാച്ച് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ്
ചിലപ്പോൾ ഡിഫറെൻറ്റ് ബാച്ചസ് ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ബാച്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ആട്ട, ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ബാച്ച് അതിൻ്റെ പാക്കറ്റിൻ്റെ പുറകിലുണ്ടാവും അതിൻ്റെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ. അതായത് ഇത് ബാച്ചായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പ് ബാച്ച് കോസ്റ്റിങ്ങിൽ ഓരോ ബാച്ചിൻ്റെയാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ഫർദർ ചാപ്റ്റേഴ്സിൽ വരുന്നതാണ്, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്നാലും പറയാം. നെക്സ്റ്റ് വണ് കോൺട്രാക്റ്റ് കോസ്റ്റ്. ഇവിടെ കോൺട്രാക്റ്റ് വർക്കുകൾ, ഓരോ വർക്കിനെയും ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ. ഓരോ പ്രൊജക്റ്റ് അവർ ഓരോ കോൺട്രാക്റ്റുകളായിട്ടാണ് എടുക്കുക. അപ്പോൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഒരു കോൺട്രാക്റ്റുകൾ, ഇപ്പോൾ 2 ഫ്ലാറ്റ് ബിൽഡ് ചെയ്യാനുള്ള വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റിനും ഒരു ഇപ്പോൾ കോൺട്രാക്റ്റ് എ, കോൺട്രാക്റ്റ് ബി അങ്ങനെ ആയിരിക്കും. അപ്പോൾ കോൺട്രാക്റ്റ് എയുടെ കോസ്റ്റ് സെപ്പറേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക, കോൺട്രാക്റ്റ് ബിയുടെ കോസ്റ്റ് സെപ്പറേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ഇതിനാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രോസസ് കോസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ പലതരം പ്രോസസ്സുകൾ നടത്തിയിട്ടാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ഫൈനൽ സർവീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സും, അതായത് ഇപ്പോൾ മറ്റേ ഫുഡ് പ്രോസസ്സിങ്ങിന് പറയുകയാണെങ്കിൽ ആദ്യം റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, അതൊരു പ്രോസസ്സിങ് ആയിരിക്കും. ഇനി അതുപോലെ ചിലപ്പോൾ ക്ലീനിങ് ഉണ്ടാകും, അതൊരു പ്രോസസ്സായിരിക്കും. അതേപോലെ ഈ ആക്ച്വൽ പ്രൊഡക്ഷൻ അതൊരു പ്രോസസ്സായിരിക്കും. അതുപോലെ പാക്കിംഗ് അതൊരു പ്രോസസ്സായിരിക്കും. അങ്ങനെ ഓരോ പ്രോസസ്സിനെയും സെപ്പറേറ്റ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ആദ്യം പ്രൊക്യൂർമെൻറ്റിന്, അതായത് റോ മെറ്റീരിയൽ എത്തിക്കുന്ന പ്രോസസ്സിൻ്റെ ഒരു കോസ്റ്റ്, അതുപോലെ ക്ലീനിങ്ങിൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, പിന്നെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, പാക്കിങ്ങിൻ്റെ കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജോയിൻറ്റ് കോസ്റ്റ്. ജോയിൻറ്റ് കോസ്റ്റ് ചിലപ്പോൾ 1-2 പ്രൊഡക്റ്റുകൾ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും ജോയിൻ്റ് ആയിട്ട്. അത് ഫർദർ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നാലും 1-2 പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 2 പ്രൊഡക്റ്റിനും കോമൺ ആയിട്ട് വരുന്ന കോസ്റ്റ്, ഇതിനാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് ബിഹേവിയർ ഓഫ് ദ കോസ്റ്റ്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന് മാത്രമല്ല, ഇനി അങ്ങോട്ട് പൊതുവേ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണിത്. ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് ബിഹേവിയർ ഓഫ് ദ കോസ്റ്റ്. ബിഹേവിയർ ഓഫ് ദ കോസ്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റിൻ്റെ വേരിയബിലിറ്റിയാണ്. അതായത് കോസ്റ്റ് ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയോ, ആ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് വൺ ഇസ് ഫിക്സ്ഡ് കോസ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പൊതുവേ ഫിക്സ്ഡ് ആയിരിക്കും. ഇതിന് ചേഞ്ച് വരുന്നില്ല ഔട്ട്പുട്ടിൻ്റെ ലെവലിനനുസരിച്ച്. അതായത് ഇപ്പോൾ ഒരു 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും 5000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഈ കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഇതിനുള്ള എക്സാമ്പിളൊക്കെയാണ് റെൻറ്റ്, മാനേജറിൻ്റെ സാലറി. ഇതൊക്കെ നമുക്കിതിന് എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഒരു 10,000 രൂപ റെൻറ്റ് കൊടുക്കുന്നൊരു ഫാക്ടറിയാണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഫാക്ടറിയിൽ 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും, അതല്ല ഇനിയിപ്പോൾ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും റെൻ്റ് എന്ന് പറയുന്നത് ഒരു മാസം ഫിക്സ്ഡ് ആണ്. 10,000 രൂപ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യാത്ത അല്ലെങ്കിൽ വ്യത്യാസം വരാത്ത കോസ്റ്റുകളാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 2000 യൂണിറ്റ്സ് ആണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ലല്ലോ. 10,000 രൂപയായിരിക്കും. 10,000 രൂപയാണ് ഫിക്സ്ഡ് കോസ്റ്റ്, അത് ഫിക്സ്ഡ് ആണ്. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 2,000 ചെയ്യുമ്പോൾ 5 rupees പെർ യൂണിറ്റ് ആണ് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഇനി ഇത് തന്നെ 3,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല, കാരണം ഇത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല, അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്. അതല്ല, ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ ചേഞ്ച് ആവുന്നില്ല. ഇനി പെർ യൂണിറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 3,000, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ചെയ്യുമ്പോൾ 3.33 പെർ യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് തന്നെ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ടോട്ടൽ കോസ്റ്റിന് ഒരു ചേഞ്ച് ഇല്ല, 10,000 തന്നെയാണ്. പെർ യൂണിറ്റ് ആകുമ്പോൾ 10 പെർ യൂണിറ്റ് ആവും. അതേപോലെ 5,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 10,000 റിമെയിൻസ് കോൺസ്റ്റൻറ്റ്.
പെർ യൂണിറ്റ് ആകുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 5,000 2 പെർ യൂണിറ്റ് ആകും. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് ഫിക്സ്ഡ് കോസ്റ്റിലെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ചേഞ്ച് ആയാലും ചേഞ്ച് ആവുന്നില്ല. പക്ഷേ കോസ്റ്റ് പെർ യൂണിറ്റ് അത് ചേഞ്ച് ആവും. നമ്പർ ഓഫ് യൂണിറ്റ്സിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ആവും. നേരത്തെ 5 ആയിരുന്നു, പിന്നെ അത് 3.33 ആയി, പിന്നെ അത് 10 റുപ്പീസായി, പിന്നെ അത് 2 ആയി. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. അതായത് ഔട്ട്പുട്ടിൻ്റെ എണ്ണം കൂടുന്തോറും ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ടോട്ടലിന് ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻറ്റ് തന്നെയാണ്. പക്ഷേ ഔട്ട്പുട്ടിൻ്റെ എണ്ണം കൂടുന്തോറും ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് 1000-ൽ 10 രൂപയായിരുന്നു, 2000 ആയപ്പോൾ അത് 5 ആയിട്ട് കുറഞ്ഞു, 3000 ആയപ്പോൾ അത് 3.33 ആയിട്ട് കുറഞ്ഞു, പിന്നെ 5000 ആയപ്പോൾ അത് 2 രൂപയായിട്ട് കുറഞ്ഞു. അങ്ങനെ ഔട്ട്പുട്ട് കൂടുന്തോറും ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന് ഒരു ചേഞ്ചും ഇല്ല. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്. നെക്സ്റ്റ് വൺ വേരിയബിൾ കോസ്റ്റാണ്. പേര് പോലെ തന്നെ വേരിയബിൾ ആണ്, അതായത് ചേഞ്ച് സംഭവിക്കുന്നു. എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഔട്ട്പുട്ടിൻ്റെ ലെവലിനനുസരിച്ച് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതായത് ഔട്ട്പുട്ട് കൂടുന്തോറും വേരിയബിൾ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഔട്ട്പുട്ട് കൂടുന്തോറും വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും, ഔട്ട്പുട്ട് കുറയുന്തോറും വേരിയബിൾ കോസ്റ്റും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഇതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 10,000 റുപ്പീസ് തന്നെയാണ് വേരിയബിൾ കോസ്റ്റാണ്, നേച്ചർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. 10,000 റുപ്പീസാണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് 2,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 10,000 ഡിവൈഡഡ് ബൈ 2,000 ചെയ്ത് കഴിഞ്ഞാൽ 5 പെർ യൂണിറ്റ് ആയിരിക്കും കോസ്റ്റ്. ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് 3,000 ആയിട്ട് മാറി. അപ്പോൾ നേരത്തെ 2,000 ആയിരുന്നു, ഇപ്പോൾ 3,000 ആയിട്ട് മാറി. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ചേഞ്ച് ആകുമ്പോൾ വേരിയബിൾ കോസ്റ്റും അതിനനുസരിച്ച് ചേഞ്ച് ആകും. അപ്പോൾ 2,000 ആയിരുന്നപ്പോൾ 10,000 ആയിരുന്നു. 3,000 യൂണിറ്റ്സ് ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ 10,000 ഡിവൈഡഡ് ബൈ 2,000 ഇൻറ്റു 3,000, അതായത് 10,000. എന്നിട്ട് അതിന് നേരെ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കിട്ടും. ഇൻറ്റു നമുക്കിപ്പോൾ എത്ര യൂണിറ്റ്സിനാണോ കണ്ടുപിടിക്കേണ്ടത് അത് വെച്ച് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 10,000 ഡിവൈഡഡ് ബൈ 2,000 ഇൻറ്റു 3,000 ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 15,000 എന്ന് കിട്ടും. ഇനി പെർ യൂണിറ്റ് ചേഞ്ച് ആവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ 15,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 3,000 ചെയ്ത് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് 5 പെർ യൂണിറ്റ് ആണ്. നേരത്തെ നമുക്ക് 5 പെർ യൂണിറ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് അതേപോലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് 1000 ആയിട്ട് മാറണം. അപ്പോൾ 1000 ആവുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നേരത്തെ 2,000 സമയത്ത് 10,000 ആയിരുന്നു. അപ്പോൾ 1000 ആകുമ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 10,000 ഡിവൈഡഡ് ബൈ 2,000 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ 5,000 ആയിരിക്കും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 5,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 5 പെർ യൂണിറ്റ്. അതേപോലെ തന്നെ ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് 5,000 ആവുകയാണെങ്കിൽ എത്ര ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരും? 10,000 ഡിവൈഡഡ് ബൈ 2,000 ഇൻറ്റു 5,000 ചെയ്ത് കഴിഞ്ഞാൽ 25,000 നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരും. ഇതിന് തന്നെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ 25,000 ഡിവൈഡഡ് ബൈ 5,000 ചെയ്ത് കഴിഞ്ഞാൽ 5 പെർ യൂണിറ്റ് വരും. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഔട്ട്പുട്ടിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ല. ടോട്ടൽ കോസ്റ്റ് നമുക്ക് 10,000 ആയി, 15,000 ആയി, 5,000 ആയി, 25,000 ആയി. പക്ഷേ പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ആയിട്ടില്ല. എല്ലാത്തിലും 5 പെർ യൂണിറ്റ് തന്നെയായിരുന്നു. ഇതാണ് ഡിഫറൻസ്. ഫിക്സ്ഡ് കോസ്റ്റിലാണെങ്കിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, പക്ഷേ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും, ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു കോൺസെപ്റ്റ് നമുക്കിനി അങ്ങോട്ട് എല്ലാ ചാപ്റ്റേഴ്സിലും അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഏരിയാസിലും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഈ കാണിക്കുന്ന ഗ്രാഫും ഇതേ ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ഗ്രാഫ് ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈനാണ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്. നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ്. അതായത് പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് ആദ്യം കൂടുതലായിരുന്നു, പിന്നെ അത് യൂണിറ്റ്സ് ഇൻക്രീസ് ആകുന്തോറും കുറഞ്ഞ് വരുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി അത് തന്നെ നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു, മുകളിലേക്ക് പോകുന്നു, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേപോലെ പെർ യൂണിറ്റ് ആണെങ്കിലോ ചേഞ്ച് ആവുന്നില്ല. ഇത് ഈ ഐഡിയ കാണിക്കുന്ന ഒരു ഗ്രാഫ് തന്നെയാണ്. ഈ ഗ്രാഫൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഐഡിയ ക്ലാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാം.
ഇനി നെക്സ്റ്റ് വൺ, ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോസ്റ്റിനെ നമുക്ക് ഒരു തേർഡ് ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് കോസ്റ്റ്. പേര് തന്നെ മനസ്സിലാക്കാം. സെമി വേരിയബിൾ അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ പാർട്ട്ലി വേരിയബിൾ അല്ലെങ്കിൽ പാർട്ട്ലി ഫിക്സ്ഡ്. ഇതെന്ന് പറയുന്നത് ഫിക്സ്ഡിൻ്റെയും വേരിയബിളിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് ഈ ഒരു കോസ്റ്റിൻ്റെ ഒരു പോർഷൻ ഫിക്സ്ഡ് ആയിരിക്കും, അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് വേരിയബിൾ ആയിരിക്കും. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 65,000 രൂപയാണ് നമുക്ക് സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ ഒരു 40,000 രൂപ വരെയുള്ള പോർഷൻ ഫിക്സ്ഡ് ആണ്, അതൊരിക്കലും ചേഞ്ച് ആവുന്നില്ല. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് നമുക്ക് ഫർദർ ഇനി വരുന്ന ടോപ്പിക്സിലൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് പോലെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മൾ ഒരു ഏകദേശം ഒരു 5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫർദർ ക്ലാസിഫിക്കേഷൻസും പഠിച്ചു. അതിൽ ഈ ഫിക്സ്ഡും വേരിയബിളൊക്കെ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു ചെറിയ പോർഷൻ കൂടിയാണ്, അതായത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് ഫർദറുള്ള ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, ടോപ്പിക്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടേംസ് ആണ്. അപ്പോൾ ആ ടേംസ് കൃത്യം അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് യൂണിറ്റ്. Cost unit is the unit of product or service in relation to which cost may be ascertained or expressed. അതായത് കോസ്റ്റിനെ നമ്മൾ അസർട്ടൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ കോസ്റ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ടേമിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അതായത് കോസ്റ്റ് പെർ kg, അതായത് നമ്മളിപ്പോൾ ഒരു 2,000 രൂപ എന്ന് കോസ്റ്റ് വരികയാണെങ്കിൽ നമുക്കിത് വേഗിലി ഇങ്ങനെ പറഞ്ഞാൽ 2,000 എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് എന്തിനുള്ളതെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് തന്നെ 2,000 പെർ kg എന്ന് പറയുകയാണെങ്കിലോ, ഈ പെർ kg ഒരു kgയുടെ പ്രൈസാണ് 2,000 രൂപ എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ 3,000 പെർ മീറ്റർ, ഇപ്പോൾ ക്ലോത്തൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 3,000 പെർ മീറ്റർ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു മീറ്ററിനാണ് ഈ 3,000 രൂപ, അങ്ങനെ നമുക്ക് മനസ്സിലാവും. അതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. ഈ പെർ kg അല്ലെങ്കിൽ പെർ മീറ്റർ ഒരു യൂണിറ്റിന് എത്ര എന്ന് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് കോസ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ, ആൻ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ എ പേഴ്സൺ ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അതായത് കോസ്റ്റ് ജനറേറ്റ് ആവുന്നത്, നമ്മൾ പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോസ്റ്റൊക്കെ എവിടെ നിന്നാണോ ജനറേറ്റ് ആവുന്നത് അതിനെയാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മെഷീൻ, ആ മെഷീനിൽ നിന്ന് വരുന്ന കോസ്റ്റുകൾ, ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഉണ്ടാവാം, അതിൻ്റെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഉണ്ടാവും, ഇതൊക്കെ ആ മെഷീനിൽ നിന്നുമാണ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ, ഇപ്പോൾ മെഷീൻ ഒരു കോസ്റ്റ് സെൻറ്ററാണ്. അതുപോലെ ചിലപ്പോൾ ലേബർ ഒരു കോസ്റ്റ് സെൻറ്റർ ആയിരിക്കും. എവിടെ നിന്നാണ് കോസ്റ്റ് ജനറേറ്റ് ആവുന്നത് അതിനാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എനിത്തിങ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് റിക്വയർഡ്. അതായത് എന്തിനു വേണ്ടിയാണോ നമ്മൾ കോസ്റ്റിനെ മെഷർ ചെയ്യുന്നത്. സാധാരണ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ എന്തിനാണ് കോസ്റ്റ് മെഷർ ചെയ്യുന്നത്? ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു പ്രൈസൊക്കെ തീരുമാനിക്കാനുള്ള എത്ര കോസ്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര പ്രൈസ് ഇടണം, എങ്ങനെ വിൽക്കണം എന്നൊക്കെ അറിയാം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ ആ പ്രൊഡക്റ്റ് ആയിരിക്കും കോസ്റ്റ് ഒബ്ജക്റ്റ്. അതായത് എന്തിനാണോ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഫൈനൽ കോസ്റ്റുകളെല്ലാം കൂടെ എങ്ങോട്ടാണോ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ഇപ്പോൾ ഏകദേശം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഒറിജിനലായിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ പോർഷൻസിലേക്ക് കടക്കുന്നത്. അപ്പോൾ കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ തന്നെ നമ്മളൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അവിടെ പോയി ഫസ്റ്റ് പോർഷനും കൂടെ കണ്ട് ഏകദേശം ഒരു ബേസിക്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തുക. ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ ഫർദർ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സിലൊക്കെ ഓരോ ടേംസ് കേൾക്കുമ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്കൊക്കെ കടക്കുകയാണ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.